ഞാൻ കർത്താവിന്റെ ആലോചനയിലാണ് ഇവിടെ വരെ എത്തിയത്. ആമേ സ്വതന്ത്രം ദൈവസന്നിധി നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആമേ സ്വതന്ത്രം നമ്മളിൽ നിൽക്കുന്നത് അസാധ്യങ്ങളുടെ മുമ്പിലാണെങ്കിൽ, കർത്താവിന്റെ ആത്മാവിനെ വിളിച്ചു പറയട്ടെ, നമ്മൾ അവിടെ കാണാൻ പോകുന്ന ദൈവത്തിന്റെ മഹത്വമാണ്. പ്രകാവിനോട് ചോദിച്ചാൽ ഈ മോറിയ മലയിൽ നീ എങ്ങനെ എത്തി? ഹല്ലേലൂയ. പ്രകാം പറയും, എന്റെ ദൈവനോട് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. ആമേ സ്വതന്ത്രം പ്രകാവിനോട് ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, കർത്താവ് അവനൊപ്പ ആമേ സ്വതന്ത്രം തീയുണ്ട് വിറകുണ്ട്, ഹല്ലേലൂയ, പക്ഷെ യാഗവസ്തുതയോടെയാണ്. ഹല്ലേലൂയ. ഇതെല്ലാം ആമേ സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിന് ആമേ തീയ പോലെ തന്നെ ആമേ ഹൃദയത്തിലേക്ക് ഈ ചിന്തകളെല്ലാം തന്റെ അകത്തേക്ക് ഇടിച്ചു വരുന്നു. അബ്രഹാമിന് ഒരു കാര്യം അറിയാം, ആമേ സ്തോത്രം എന്നോട് വാഗ്ദത്തം ചെയ്തൊരു ദൈവമുണ്ട്, എന്നെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അബ്രഹാം മോറിയയുടെ മലയിൽ നിൽക്കുമ്പോൾ തനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ഇവിടെ വന്നതല്ല, എന്റെ ഇഷ്ടപ്രകാരം ഞാൻ വന്നതല്ല, ദൈവനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഉറപ്പുണ്ടോ? കർത്താവിന്റെ പദ്ധതിയിലാണ് ഞാൻ ഈ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ആമേ സ്വന്തം ചെയ്യുന്നു. നമുക്കറിയാം, അവസാനം ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം പറഞ്ഞത് ഇടവും വലവും സ്തോത്രം നോക്കാതെ അവസാനമായ കുഞ്ഞിനെ കിടത്തി അവനെ കൈകാലുകളെല്ലാം കിട്ടി തന്റെ ഉറകിൽ നിന്ന് വാളെടുത്തു. വാൾ ഉയരത്തിലേക്ക് സ്തോത്രം ഉയർത്തി പ്രകാം വെട്ടുവാൻ പോകുന്ന സമയത്താണ് പ്രകാം ദൈവ ശബ്ദം കേട്ടത്, ഈ ബാലന്റെ മേൽ കൈവെക്കരുത്. ആ സമയം വരെ അണുവിട തെറ്റാതെ കർത്താവ് പറഞ്ഞത് അനുസരിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും നമുക്കറിയാം, പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ ആരാധന കുറഞ്ഞു പോകും, പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ സ്തോത്രം കുറഞ്ഞു പോകും. നമ്മൾ സ്തോത്രം വഴിയിൽ ക്ഷീണിച്ച് തളർന്നതാണ് നമ്മൾ വരുന്നത്. പക്ഷെ അബ്രഹാം നമ്മുടെ വാടി അബ്രഹാമിന് വേണ്ടി മോറിയ മലയിൽ ഇറങ്ങേണ്ട ഒരു ദൈവമുണ്ട്. ഇന്ന പകലിൽ ഹല്ലേലൂയ കർത്താവിന്റെ ശബ്ദം കേട്ട് നാം എവിടെയെല്ലാം ആമേനായിരിക്കുന്നുവോ, ഏതെല്ലാം പ്രതിസന്ധി നമ്മളായിരിക്കുന്നുവോ, അവിടെയെല്ലാം തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഈ വാഗ്ദത്തം നിവർത്തിക്കുവാൻ കഴിവുള്ളതായിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ. മനുഷ്യരെല്ലാം വാക്ക് മാറിപ്പോ. ഒരു മനുഷ്യന്റെ പദ്ധതിയിലാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അവര് പറഞ്ഞ മനുഷ്യരാരും അവിടെ എത്തത്തില്ല, അവർക്ക് ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവം വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ്. കർത്താവിനെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നത്. നമ്മൾ ആരും ദൈവത്തെ വിളിച്ചിട്ടിറങ്ങിയവരല്ല, ദൈവം പറഞ്ഞത് പ്രാപിക്കാൻ വേണ്ടി നാം ഇറങ്ങിയവരാണ്. അങ്ങനെ ഇന്നായിരിക്കുന്ന പ്രതിസന്ധികളെ ദൈവകരത്തിൽ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം നാം കർത്താവിനെ സന്തോഷത്തോടെ നാം ആരാധിക്കുമ്പോൾ തിരുവനന്തപുരം പറയുന്നു, പൂർണ്ണാത്മാവോടെ നാം ദൈവത്തെ ആരാധിക്കണം, പൂർണ്ണ മനസ്സോടെ നാം ദൈവത്തെ ആരാധിക്കണം, പൂർണ്ണ ശക്തിയോടെ നാം ദൈവത്തെ ആരാധിക്കണം. പോലെ കാലം തിരിച്ചറിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, ഹല്ലേലൂയ, പൂർണ്ണാത്മാവോടെ നമ്മുടെ കർത്താവ് നമുക്ക് ഒരുമിച്ച് പറയാൻ, കർത്താവ് ഇവിടം വരെ എത്തിച്ചത് എന്റെ കർത്താവിന്റെ കരമാണ്. ഹല്ലേലൂയ. അവരെ താങ്ങി ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ദൈവത്തിന്റെ കരമാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രതിസന്ധിയിലും ദൈവത്തിന്റെ വാഗ്ദത്തം എനിക്കായി ദൈവം ചെയ്യുവാൻ വിശ്വസ്തനാണ്. ആ കരം എനിക്ക് വേണ്ടി ഇറങ്ങി വരും, ഞാനത് വിശ്വസിക്കുന്നു. അവനെ തിരിച്ചറിയോടെ ദൈവം നമുക്ക് ചെയ്തതായിരിക്കുന്ന എല്ലാം നന്മകളെ ഓർത്തുകൊണ്ട് പാടുന്ന പാട്ട് ധ്യാനിച്ചു പാടി പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടെ നമ്മുടെ കർത്താവ് നമുക്ക് നന്ദി പറയാം. യേശുവേ.